ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സസ്പെൻഡഡ് പ്രോസസ്സും പ്രോസസ് ഡിസ്ക്രിപ്ഷൻസുമാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുമ്പ് നമ്മൾ 5 സ്റ്റേറ്റ് മോഡ് പ്രോസസ്സിനെ 5 സ്റ്റേറ്റസിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റേറ്റ് മോഡിനെ കുറിച്ചിട്ട് മോഡലിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സസ്പെൻഡഡ് പ്രോസസ്സാണ്. A suspended process is a process that has been temporarily stopped by the operating system and moved out of main memory to secondary storage. അപ്പോൾ ഒരു സസ്പെൻഡഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടെമ്പററി ആയിട്ട് ഒരു പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്നിട്ട് എന്ത് ചെയ്യുക, ടെമ്പററി ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന ഈ പ്രോസസ്സിനെ സസ്പെൻഡഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ സസ്പെൻഡ് ചെയ്ത പ്രോസസ്സ് എങ്ങോട്ടാണ് മാറ്റുക? അപ്പോൾ നമുക്കറിയാം, ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുക മെയിൻ മെമ്മറിയിലാണ് അതെന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ സസ്പെൻഡ് ചെയ്ത പ്രോസസ്സിന് എന്ത് ചെയ്യും, മെയിൻ മെമ്മറിയിൽ നിന്ന് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലോട്ട് എന്ത് ചെയ്യും, ഈ പ്രോസസ്സിന് എന്തുണ്ടാവും, മാറ്റി വെക്കും. ഓക്കെ, ദ പ്രോസസ് കനോട്ട് കണ്ടിന്യൂ എക്സിക്യൂഷൻ അണ്ടിൽ ഇറ്റ് ഈസ് റിസ്യൂംഡ്. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനെ റീകോൾ ചെയ്യുന്നത് വരെ ഈ പ്രോസസ്സ് എന്തുണ്ടാവും, ഒരു സസ്പെൻഡഡ് സ്റ്റേജിലായിരിക്കും കിടക്കുക. അപ്പം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്പെൻഡ് ചെയ്യാം കേട്ടോ. സസ്പെൻഷൻ ഈസ് മെയിൻലി ഡൺ ടു ഫ്രീ മെമ്മറി ആൻഡ് ഇംപ്രൂവ് സിസ്റ്റം പെർഫോമൻസ്. എന്താണ് സസ്പെൻഷൻ, എന്തിനാണ് ചെയ്യുന്നത്? മെയിനായിട്ട് മെമ്മറി ഫ്രീ അപ്പിനും അതേപോലെ തന്നെ സിസ്റ്റം പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് സസ്പെൻഷൻ, ഒരു പ്രോസസ്സിനെ സസ്പെൻഡ് ചെയ്യുന്നത്. വൈ പ്രോസസ് ഗെറ്റ് സസ്പെൻഡഡ്? എന്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു പ്രോസസ്സ് സസ്പെൻഡ് ആവുന്നു? റിസോഴ്സ് മാനേജ്മെൻറ്റ്, മെയിനായിട്ടുള്ള റിസോഴ്സ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് എന്തുണ്ടാവും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന് എന്തുണ്ടാവും, സസ്പെൻഡ് സ്റ്റേജിൽ ദ OS പോസ്ഡ് എ ടാസ്ക് ടു ഫ്രീ അപ്പ് ദ CPU പവർ ഓർ മെമ്മറി ഫോർ ഹൈ പ്രയോറിറ്റി ആപ്ലിക്കേഷൻ. ഹൈ പ്രയോറിറ്റി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ റണ്ണിങ്ങോട്ട് പ്രോസസ്സിനെ നമ്മൾ എന്തുണ്ടാവും, സസ്പെൻഡ് സ്റ്റേജിലോട്ട് മാറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇൻപുട്ട് ഔട്ട്പുട്ട് വെയിറ്റ്. ചിലപ്പോൾ എന്തുണ്ടാവും, ഇൻപുട്ട് ഔട്ട്പുട്ട് എ പ്രോസസ് ഈസ് പോസ്ഡ് വൈൽ ഇറ്റ് വെയിറ്റ് ഫോർ എ ഡിസ്ക് റീഡ് ഓർ റൈറ്റ് ഓർ നെറ്റ്വർക്ക് റെസ്പോൺസ് ഇറ്റ് മേക്ക് ഇൻസഫിഷ്യൻറ്റ് ടു കീപ് ദ ആക്റ്റീവ്. അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇൻപുട്ട് ഡാറ്റാസ് റീഡ് ചെയ്യാനോ ഡിസ്കിൽ നിന്ന് എന്തെങ്കിലും റീഡ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്തും ഇതിന് എന്ത് ചെയ്യും, സസ്പെൻഡ് സ്റ്റേറ്റിലോട്ട് മാറ്റും. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് ഡീബഗ്ഗിങ്. സൈബർ സെക്യൂരിറ്റി ടൂൾസ് ഓർ administrations might suspended a suspicious process rather than the terminated. It allow them to analyze its states. അത് സിസ്റ്റത്തിൻ്റെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യും, സെക്യൂരിറ്റി പർപ്പസും ഡീബഗ്ഗിങ്ങും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്കും ആയതുകൊണ്ടും എന്തുണ്ടാവും, ഒരു പ്രോസസ്സിനെ സസ്പെൻഡ് സ്റ്റേറ്റിലോട്ട് എന്തുണ്ടാവും, മാറ്റി വെക്കും. ഓക്കെ, അപ്പോൾ സസ്പെൻഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു പ്രോസസ്സിന് എന്ത് ചെയ്യുക, ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത പ്രോസസ്സ് പിന്നെ മെയിൻ മെമ്മറിയിൽ ഉണ്ടാവില്ല, പിന്നെ അതെവിടെ ഉണ്ടാവുക, സെക്കൻഡറി മെമ്മറിയിലോട്ടാണ് മാറ്റി വെക്കുക. അപ്പോൾ അതെന്ത് ചെയ്യുക, തിരിച്ചിങ്ങോട്ട് കോൾ ചെയ്യുന്നത് വരെ എന്ത് ഉണ്ടാവും, ആ സെക്കൻഡറി മെമ്മറിയിലായിരിക്കും എന്ത് ചെയ്യുക, അത് ഒരു വെയിറ്റിംഗ് സ്റ്റേജിൽ എന്തുണ്ടാവും, നിൽക്കായിരിക്കും ഉണ്ടാവുക. അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിന് മെയിനായിട്ട് ചെയ്യുന്നത്, മെമ്മറി ഫ്രീ അപ്പിനും അതേപോലെ തന്നെ സിസ്റ്റം പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അത് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് സസ്പെൻഡഡ് പ്രോസസ്സ്. ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് സസ്പെൻഡഡ് പ്രോസസ്സ്? അടുത്ത് റെഡി സസ്പെൻഡഡ് സ്റ്റേറ്റ് ഉണ്ട്, ബ്ലോക്ക്ഡ് സസ്പെൻഡഡ് സ്റ്റേറ്റ് ഉണ്ട്. റെഡി സസ്പെൻഡഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ പ്രോസസ് ഈസ് റെഡി ടു എക്സിക്യൂട്ട്. ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുക, റെഡി ടു എക്സിക്യൂട്ട്, ദ പ്രോസസ് ഈസ് റെഡി ടു എക്സിക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി സസ്പെൻഡഡ് സ്റ്റേറ്റ് ആണ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് സസ്പെൻഡഡ് ആൻഡ് സ്റ്റോർ ഇൻ ടു സെക്കൻഡറി മെമ്മറി. നമ്മൾ പറഞ്ഞു, സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, മെയിൻ മെമ്മറിയിൽ നിന്ന് സെക്കൻഡറി മെമ്മറിയിലോട്ട് എന്തുണ്ടാവും, അത് സ്റ്റോർ ചെയ്ത് വെക്കും. വെയിറ്റ് ടു ബി മൂവ്ഡ് ബാക്ക് ടു ദ മെയിൻ മെമ്മറി. അതെന്തുണ്ടാവും, മെയിൻ മെമ്മറിയിലോട്ട് എന്തുണ്ടാവും, തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും ചെയ്യാം. ഇനി അതേപോലെ തന്നെ ബ്ലോക്ക്ഡ് സസ്പെൻഡഡ് സ്റ്റേറ്റ് ആണെങ്കിലോ, ദ പ്രോസസ് ഈസ് വെയിറ്റിംഗ് ഫോർ ആൻ ഇവൻറ്റ് ഓർ IO ഓപ്പറേഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ IO ഓപ്പറേഷൻ, എന്തെങ്കിലും ഡാറ്റ റീഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിൽ നിൽക്കുന്ന സമയത്ത് അതെന്താ, ബ്ലോക്ക്ഡ് സസ്പെൻഡഡ് സ്റ്റേറ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ സസ്പെൻഡഡ് ഫോർ മെയിൻ മെമ്മറി. നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ മെമ്മറിയിൽ നിന്ന് സസ്പെൻഡഡ് ഫോർ മെയിൻ മെമ്മറി. അപ്പോൾ മെയിനായിട്ട് ടൈപ്പ് ഓഫ് സസ്പെൻഡഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി സസ്പെൻഡഡ് സ്റ്റേറ്റ് ഉണ്ട്, ബ്ലോക്ക്ഡ് സസ്പെൻഡ് സ്റ്റേറ്റ് ഉണ്ട്.
ഓക്കെ, ഇതാണ് സസ്പെൻഡഡ് പ്രോസസ്സ്. ഇനി നമ്മൾ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഡിസ്ക്രിപ്ഷനാണ്. എന്താണ് ഒരു പ്രോസസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രോസസ് ഡിസ്ക്രിപ്ഷൻ റെഫേഴ്സ് ടു ദ ഇൻഫർമേഷൻ മെയിൻറ്റെയിൻഡ് ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അബൌട്ട് എ പ്രോസസ് ഫോർ ഇറ്റ്സ് മാനേജ്മെൻറ്റ് ആൻഡ് എക്സിക്യൂഷൻ. അപ്പോൾ എന്ത് ചെയ്യുക? പ്രോസസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ദ ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഒരു പ്രോസസ്സിൻ്റെ ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കീപ് ഓൾ പ്രോസസ് റിലേറ്റഡ് ഇൻഫർമേഷൻ ഇൻ സ്ട്രക്ചേർഡ് കോൾഡ് PCB. നമ്മൾ PCB ഇതിനെ കൊണ്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കീപ്സ് ഓൾ പ്രോസസ് റിലേറ്റഡ് ഇൻഫർമേഷൻ, ഈ പ്രോസസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇൻ എ സ്ട്രക്ചർ കോൾഡ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. ഒരു പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, സ്ട്രക്ചേർഡായിട്ട് വെക്കുന്നത് അല്ലേ? എന്താണ് ഒരു പ്രോസസ് ഡിസ്ക്രിപ്ഷൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയെന്നില്ല? കോമ്പോണൻസ് ഓഫ് പ്രോസസ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്? ഒരു പ്രോസസ്സിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ് നോക്കുക. ഡിസ്ക്രിപ്ഷൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ് നോക്കുക. 1, പ്രോസസ് ഐഡൻറ്റിഫിക്കേഷൻ. ഈച്ച് പ്രോസസ് ആസ് എ യുണീക്ക് പ്രോസസ് ഐ ഡി. എല്ലാ പ്രോസസ്സിനും എന്തുണ്ടാവും? ഒരു യുണീക്ക് ഐ ഡി ഉണ്ടായിരിക്കും. ഇറ്റ് ഹെൽപ്സ് ടു OS ഐഡൻറ്റിഫൈ ആൻഡ് മാനേജ് പ്രോസസ്സ്. ആ ഒരു ഐ ഡി വെച്ചിട്ട് എന്ത് ചെയ്യുക? ആ പ്രോസസ്സിനെ OSന് മാനേജ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും എന്തുണ്ടാവും? പറ്റുന്ന അർത്ഥം. അടുത്ത പ്രോസസ് സ്റ്റേറ്റ് നമ്മൾ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 പ്രോസസ് സ്റ്റേറ്റ് ഉണ്ട്. ന്യൂ, റെഡി, റണ്ണിങ്, വെയിറ്റിംഗ്, ടെർമിനേറ്റഡ് എന്ന് പറഞ്ഞിട്ടില്ലേ? പ്രോസസ് മെയിൻറ്റെയിൻ, ഡിഫൈൻ. ഈ 5 സ്റ്റേറ്റസിൽ ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് പ്രോസസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ. സ്റ്റോർ ദ അഡ്രസ് ഫോർ ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അടുത്ത പ്രോഗ്രാം എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന വാക്കാണ് എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ CPU രജിസ്റ്റർ. എന്താണ് CPU രജിസ്റ്റർ? സ്റ്റോർ ടെമ്പററി ഡാറ്റ ഡ്യൂറിങ് പ്രോസസ് എക്സിക്യൂഷൻ. അതായത് പ്രോസസ് എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് കുറച്ച് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് അക്യുമുലേറ്ററിൽ, സ്റ്റാക്ക് പോയിൻ്റർ, ഇൻഡെക്സ് രജിസ്റ്ററിലൊക്കെ ഉണ്ടാവും. ഓക്കെ, അതിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ടെമ്പററി ആയിട്ട് എന്തുണ്ടാവും? ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതൊക്കെയാണ് CPU രജിസ്റ്റർ എന്നാണ്. അടുത്തത് മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ കണ്ടെയ്ൻ ഡീറ്റെയിൽസ് എബൌട്ട് മെമ്മറി അലോക്കേഷൻ. മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ പാർട്ടിൽ എന്തൊക്കെ ഉണ്ടാവുക? അതായത് മെമ്മറി അലോക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതായത് ബേസ് അഡ്രസ്സ്, ലിമിറ്റഡ് രജിസ്റ്റേഴ്സ്, പേജ് ടേബിൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അടുത്ത് IO സ്റ്റാറ്റസ് ഇൻഫർമേഷൻ. IO സ്റ്റാറ്റസ് ഇൻഫർമേഷനിൽ എന്തുണ്ടാവുക? ഇൻഫർമേഷൻ അബൌട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അലോക്കേഷൻ ടു പ്രോസസ്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ അലോക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? അതിലുണ്ടായിരിക്കുക. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂളിംഗ് ഇൻഫർമേഷൻ. സ്റ്റോർ ദ പ്രോസസ് പ്രയോറിറ്റി ആൻഡ് ഷെഡ്യൂളിംഗ് ക്യൂ ഡീറ്റെയിൽസ്. അതായത് ആ പ്രോസസ്സിൻ്റെ പ്രയോറിറ്റി എന്താണ്, അതായത് ഷെഡ്യൂളിംഗ് ക്യൂ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഷെഡ്യൂളിംഗ് ഇൻഫർമേഷൻസിലുണ്ടാവുക. ഹെൽപ്സ് ദ CPU ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിന് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രോസസ് ഡിസ്ക്രിപ്ഷൻ്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? പ്രോസസ് കൺട്രോളിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.